ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെടുക്കാൻ വേറെയും കാരണമുണ്ട്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു പിന്നെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കുഴപ്പമില്ലല്ലോ, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് കാണാമല്ലോ. പിന്നെന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബോറടിക്കും കേട്ടോ. അതായത് ഇങ്ങനെ ആർക്കും ഒട്ടും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഞാനും എൻ്റെ റൂമും കുറച്ച് പിന്നെ മൊബൈലും ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാനപ്പം ഫുഡ് കഴിച്ചിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ രാവിലെ 9:30 ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി എനിക്ക് ചെയ്യാനുള്ള പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. രാവിലെ ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ട് കുറച്ച് വൈബ് ചെയ്യും. അതാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി. അപ്പം ഫസ്റ്റ് പരിപാടി എന്നെ കണ്ടൊരു പ്രേതത്തിനെ പോലില്ലേ, എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് പ്രേതം പോലെ ഇരിക്കുന്നതിനെ കണ്ടാൽ. എന്നുവെച്ചാൽ ടി വിയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ വൈബിങ് ആയിരിക്കും. കാരണം നമ്മൾ രാവിലെ തന്നെ നല്ല സൂപ്പർ വീടായിരിക്കും. സൂപ്പറാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം നല്ല അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ടി വിയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ടി വിയിൽ പാട്ടിരട്ടെ. അത് കഴിഞ്ഞു. പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിപ്പം കുറച്ച് എണ്ണ. സോ ഗൈസ്, നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്നത് തലയിൽ കുറച്ച് എണ്ണ ഇടാമെന്നാണ്. കാരണം ഇന്ന് എന്തായാലും ഹെയർ വാഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്കിവിടെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ചൂട് സമയമാണ്. അപ്പം മുടി മൊത്തം ഹെയർ ഫോളാണ്. ഇപ്പം എനിക്ക് മൊത്തം ഹെയർ ഫോളാണ്. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഹെയർ കെയർ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് പണിയെന്ന് വെച്ചാൽ അലക്കലാണ്. അപ്പം ഞാനിപ്പോൾ തലയിൽ എണ്ണയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അലക്കാൻ പോകണം. അപ്പം ഇത്രയും തുണി എനിക്ക് അലക്കാനുണ്ട്. ഒരു ലോഡ് തുണി എനിക്ക് അലക്കാനുണ്ട്. ഒരാഴ്ചയായിട്ട് ഞാൻ അലക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം തല കുത്തിയൊക്കെ നിൽക്കുന്നത്. സോ ഗായ്സ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു മിൽട്ടാണി മിൽട്ടിയുടെ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റോസ് വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇനി ഞാൻ പാട്ടിട്ടാൽ എനിക്ക് കോപ്പിറൈറ്റ് തരും. അതുകൊണ്ട് ഞാൻ പാട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫുൾ മുഖത്ത്, കഴുത്തിൽ, കയ്യിൽ, കാലിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടിപ്പോയി എന്തായാലും എടുത്തപ്പോൾ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് ഡ്രൈ ആവും. അത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ വിചാരിച്ച് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിച്ച് റെഡി ആയിട്ട് വന്നു. അപ്പോഴും ഞാൻ ഫുൾ വൈബിങ് ആയിരുന്നു. പാട്ടൊക്കെ കേട്ടിട്ട് ഞാനൊരു സമയം പോലും പാട്ട് കേൾക്കാതിരിക്കാറില്ല ഒറ്റയ്ക്കാണെങ്കിൽ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് പിന്നെ ഫുൾ സ്കിൻ കെയർ ആണ്. അപ്പോൾ കുളിച്ചൊക്കെ വന്നല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒരു ബോഡി ലോഷൻ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫേസ് മോയ്സ്ചറൈസർ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ പേര്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ റൂമിലിരുന്നാലും കുറച്ച് നല്ല സ്മെല്ലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഈ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്, എൻഗേജിൻ്റെ. സത്യം പറയാലോ ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ സ്മെല്ല് നല്ല നൈസാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ബാക്കി സ്കിൻ കെയർ ആണ്, നിങ്ങൾ കണ്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുടിയൊക്കെ ഉണക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മുടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്സ്. അതെന്തായാലും നിങ്ങൾ. ഞാൻ പിന്നെയും വന്നു. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് കുറച്ച് നേരം കിടക്കാന്ന്. പക്ഷേ ഞാൻ കിടന്നു, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോകാം, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹെയർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഷാമ്പു കണ്ടീഷണർ ഇട്ടിട്ട് നോക്ക്, നല്ല സോഫ്റ്റായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ അപ്പം ഇനി ചായ കുടിക്കാൻ പോവാണ്. അമ്മാളപ്പാച്ചേ കുമ്മാനി പാച്ചിച്ചു.
അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സന്ധ്യയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന്. കാരണം മനസ്സിന് ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടൈം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈം. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഞാൻ ചെയ്തത്. സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ എഡിറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്താൽ മതിയല്ലോ, കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് മുകളിൽ ഇനിയും ടെറസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനുണ്ട്, അതായത് അലക്കാനിട്ട തുണിയേ അതെടുക്കാനുണ്ട്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അത് ചെയ്യാനുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ ഉറങ്ങണം, ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പം നമുക്ക് എന്തായാലും ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നത് എന്തിനാ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അത്രയൊക്കെ തന്നെ ഉള്ളു. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് നൈസാണ്. സോ ഗായ്സ്, അപ്പം ഞാൻ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഡിന്നർ കഴിച്ചു. ഇനി എനിക്ക് മുഖമൊക്കെ ഒന്ന് കഴുകണം. പിന്നെ എന്താ ജസ്റ്റ് നൈറ്റ് റൂട്ടീൻ കൂടി ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങും. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ സെയിം കാര്യം തന്നെ കാണിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് വെച്ചാൽ എനിക്ക് എന്താ പാട്ടൊക്കെ വെച്ച് വൈബ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.